ഈ സിനിമയിൽ ഡയലോഗ് പോലുമില്ല, പക്ഷേ ഓരോ സെക്കൻഡും നിങ്ങളുടെ ക്യൂരിയോസിറ്റി കൂട്ടും. കാരണം ഇവിടെ ഹീറോ ഇല്ല, വില്ലനില്ല, മരണവും കടലും മാത്രം. അവൻ്റെ ഓരോ നിമിഷവും ജീവിക്കാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ അവസാന സീൻ വരെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല അവൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന്. ഇതാണ് 2013 പുറത്തിറങ്ങിയ ഓൾ ഈസ് ലോസ്റ്റ്. സിനിമയുടെ തുടക്കത്തിൽ വലിയ ഓഷ്യന് നടുവിലുള്ള ഒരു കണ്ടെയ്നർ കാണുന്നു. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഹീറോനെയാണ്. ഹീറോ ബോട്ടിൽ ഉറങ്ങുമ്പോൾ ബോട്ടിൽ നിറയെ വെള്ളം കാരുന്നത് കാണും. എവിടുന്നാണ് വെള്ളം വരുന്നതെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഹോള് വഴിയാണ്. അവൻ്റെ ബോട്ടിൽ നിറയെ വെള്ളമാണ്. അങ്ങനെ അവൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ അവൻ്റെ ബോട്ട് ഒരു വലിയ കണ്ടെയ്നറിനെ ഇടിച്ചിരിക്കുകയാണ്. അങ്ങനെ അത് ഇടിച്ചതുകൊണ്ട് തന്നെ ബോട്ടിന് ഡാമേജ് വരുന്നു. ആ കണ്ടെയ്നർ ബോട്ടിൽ തട്ടി അവിടെ ഹോള് വരുന്നു. അതുവഴിയാണ് വെള്ളം ബോട്ടിനകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഹീറോ ഒരു കാര്യം നോക്കുകയാണ്, അതായത് ആ ബോട്ടിൽ നിന്നും കണ്ടെയ്നറിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനു വേണ്ടി അവൻ ശ്രമിക്കുന്നു. പിന്നെ അവൻ്റെ ബോട്ടിൻ്റെ അകത്തു നിന്നും സീ ആങ്കർ കിട്ടും. അത് വെച്ചിട്ട് അവൻ കണ്ടെയ്നറിനെയും ബോട്ടിനെയും വേർതിരിക്കും. ഇപ്പോൾ കണ്ടെയ്നർ ബോട്ടിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ്. എന്നാൽ അവന് രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ വെള്ളം കയറിയത് കൊണ്ട് തന്നെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഡാമേജായി പോയിരിക്കുകയാണ്. റേഡിയോ, മൊബൈൽ എല്ലാം ഡാമേജായി പോയി. അവനിപ്പോൾ വലിയ ഓഷന് നടുവിലാണുള്ളത്. അവൻ്റെ കയ്യിൽ ഒരു ഉപകരണവുമില്ല. അവൻ ശരിക്കും പെട്ട അവസ്ഥയാണിപ്പോൾ. ഇപ്പോൾ ഹീറോ ബോട്ട് ശരിയാക്കാൻ നോക്കുകയാണ്. ഫൈബർ ഗ്ലൂ വെച്ചിട്ട് ബോട്ടിലുണ്ടായിരുന്ന ഹോളൊക്കെ മാറ്റുന്നുമുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ്റെ കയ്യിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ശരിയാക്കാനും നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ ബോട്ടിൻ്റെ ഹോളൊക്കെ അടച്ച് വെള്ളമൊക്കെ പുറത്ത് കളയുന്നു. അങ്ങനെ അവൻ റേഡിയോ റിപ്പയർ ചെയ്തിട്ട് പുറത്ത് വെച്ചിരിക്കുകയാണ് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനുശേഷം അവൻ വീണ്ടും ബോട്ടിനകത്ത് പോയി ഇരിക്കും. അപ്പോഴാണ് റേഡിയോന് സിഗ്നൽ കിട്ടുന്നത്. അതറിഞ്ഞ ഉടനെ തന്നെ അവൻ റേഡിയോനടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവൻ കുടുങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവനെ സഹായിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും സിഗ്നൽ ലോസ് ആവുന്നു. റേഡിയോൻ്റെ സിഗ്നൽ പോവുകയാണ്. ഒരു വഴിയുമില്ല. ആ റേഡിയോ വഴി അവൻ രക്ഷപ്പെടുമെന്ന് കരുതി, എന്നാൽ അതും പോയിരിക്കുകയാണ്. അങ്ങനെ അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ദിവസവും ബോട്ടിൽ തന്നെ കഴിയുന്നു. അങ്ങനെ അടുത്ത ദിവസമായി അവനിപ്പോൾ ബോട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്ന് നോക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നു. അപ്പോഴാണ് ആ ബോട്ടിൻ്റെ ആൻറ്റിനേൻ്റെ കണക്ഷൻ വിട്ടുപോയത് അവൻ കണ്ടത്. അത് കണക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവൻ ആ ഓഷ്യൻ ചുറ്റും അവൻ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ആരുമില്ല. അവൻ മാത്രം. തികച്ചും ഭയാനകമാണ്. അങ്ങനെ വീണ്ടും അവൻ ബോട്ടിൻ്റെ അകത്തേക്ക് കയറി വരുന്നു. അതിനുശേഷം അവൻ കുടിക്കാനുള്ള വെള്ളവും എല്ലാം ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് പുറത്തു പോവുകയാണ്. പുറത്തു വന്ന് നോക്കുമ്പോൾ കാലാവസ്ഥ വളരെ മോശമാണ്. ഒരു വലിയ മഴ വരുന്നത് പോലെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വലിയ കൊടുങ്കാറ്റും തിരയൊക്കെ വന്ന് ബോട്ടിനിടിച്ചത്. ബോട്ട് മുഴുവനായി മുങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഹീറോ വെള്ളത്തിൽ വീഴുകയാണ്. അങ്ങനെ അവൻ ആ കാറ്റത്ത് വെള്ളത്തിലേക്ക് വീഴുന്നു. എന്നാൽ ലൈഫ് ജാക്കറ്റ് ഇട്ടത് കൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടുന്നുമുണ്ട്. അവൻ ബോട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് ബോട്ടിനകത്തിരിക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അത് കുറയുകയാണ്, അതായത് കാലാവസ്ഥ കുറയുന്നു. അപ്പോൾ അവൻ പുറത്തു വന്ന് നോക്കുന്നു. എന്നാൽ വീണ്ടും ഒരു വലിയ തിര അവന് നേരെ വരുന്നു. അങ്ങനെ അവൻ ബോട്ടിനടിയിൽ പോയി നോക്കുമ്പോൾ ബോട്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. അത് വെച്ച് അവന് ഒരു സ്ഥലത്തും പോകാനാവില്ല. അപ്പോൾ അവൻ ആ ബോട്ടിൽ വീണ്ടും കയറിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല. അപ്പോഴാണ് അവന് റാഫ്റ്റ് കിട്ടുന്നത്. അതായത് ആ ബോട്ടിനകത്ത് ഒരു ചെറിയ റാഫ്റ്റ് ഉണ്ടായിരുന്നു. അതവൻ വെള്ളത്തിലേക്ക് എറിയുന്നു. എന്നിട്ടൊരു കയറ് വെച്ചിട്ട് റാഫ്റ്റും ബോട്ടും കെട്ടുന്നു. അങ്ങനെ അവൻ ആ റാഫ്റ്റിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ആ ദിവസം ആ റാഫ്റ്റിലാണ് അവൻ ഉറങ്ങുന്നത്. അങ്ങനെ അടുത്ത ദിവസമാകുന്നു. അപ്പോൾ അവൻ അവൻ്റെ ബോട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അവൻ ബോട്ടിനടുത്ത് എത്തുമ്പോൾ നോക്കുമ്പോൾ ബോട്ടിൽ നിറയെ വെള്ളം. അവന് നടക്കാൻ പോലും ആവാത്ത രീതിയിൽ. അങ്ങനെ ആ ബോട്ടിൽ നിന്നും അവന് വേണ്ട ഉപകരണങ്ങൾ എടുക്കുന്നു. അവന് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവന് പരിക്കേറ്റ സ്ഥലത്ത് മരുന്നൊക്കെ വെക്കുന്നുണ്ട്. അതായത് അന്നേ ദിവസത്തെ അപകടത്തിന് പരിക്കേറ്റ സ്ഥലത്ത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും റാഫ്റ്റിലേക്ക് പോകുന്നു. ഇപ്പോൾ ബോട്ടും റാഫ്റ്റും തമ്മിൽ വേർതിരിക്കുകയാണ്.
അവൻ റാഫ്റ്റും ബോട്ടും കെട്ടിയില്ലേ, അത് അയച്ചു വിടുന്നു. ഇപ്പോൾ അവൻ്റെ കൺമുന്നിൽ നിന്നും അവൻ്റെ ബോട്ട് മുങ്ങുന്നു. അങ്ങനെ അവനിപ്പോൾ ആ ബോട്ടുള്ള സ്ഥലത്തു നിന്നും കുറേ ദൂരെ പോയിരിക്കുകയാണ് ആ റാഫ്റ്റിൽ. അവൻ ആ ചെറിയ റാഫ്റ്റിൽ അത്രയും വലിയ ഓഷ്യനിൽ ഒറ്റയ്ക്കാണ്. പിന്നെ അവൻ അവൻ്റെ ബോട്ടിൽ നിന്നും കൊണ്ടുവന്ന ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ഡിവൈസാണ്. അങ്ങനെ അത് വെച്ചിട്ട് അവൻ മാപ്പിൽ അവന് പോകേണ്ട സ്ഥലമൊക്കെ മാർക്ക് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ സമയം കുറേ വൈകി ഇപ്പോൾ രാത്രി ആയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാലാവസ്ഥ മാറാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ആ അപകടം വരുന്നു. അവൻ അന്നേ ദിവസം ഫേസ് ചെയ്ത അതേ അപകടം വീണ്ടും വരികയാണ്. ആ അപകടം വളരെ കഠിനമായിരുന്നു. അവൻ അന്ന് ബോട്ടിലായിരുന്നു, ഇപ്പോൾ റാഫ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ അതവന് താങ്ങാൻ കഴിയുന്നില്ല. റാഫ്റ്റിന് മുകളിൽ വലിയ കൊടുങ്കാറ്റൊക്കെ അടിച്ച് റാഫ്റ്റിലിപ്പോൾ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവൻ റാഫ്റ്റിൽ മുഴുവനായി വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ ആ റാഫ്റ്റ് വഴി അവൻ പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വന്നതിന് ശേഷം അവൻ ആ റാഫ്റ്റിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. റാഫ്റ്റിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ ദിവസം അവൻ ആ റാഫ്റ്റിൻ്റെ മുകളിൽ ഉറങ്ങുന്നു. അങ്ങനെ അടുത്ത ദിവസമായി ആ അപകടമൊക്കെ കഴിഞ്ഞു. അതായത് കൊടുങ്കാറ്റും മഴയും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ്. എന്നാൽ അതിലും വലിയ അപകടം ഇപ്പോഴാണ്. അവന് കഴിക്കാൻ ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കടലിലെ ഉപ്പ് രസമാണ് ഭക്ഷണത്തിനും വെള്ളത്തിനുമൊക്കെ. ആ റാഫ്റ്റിൽ വെള്ളം കയറിയത് കൊണ്ട് തന്നെയാണ് ഉപ്പ് രസം വന്നത്. അവന് ഒരു വെള്ളം പോലും കുടിക്കാനാവുന്നില്ല ഉപ്പ് രസമായതുകൊണ്ട് തന്നെ. ഇപ്പോൾ അവൻ വെള്ളവുമില്ല ഭക്ഷണവുമില്ല, നടുക്കടലിൽ ഒറ്റയ്ക്ക്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അവന്. അങ്ങനെ ഇപ്പോൾ അവൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു ക്യാനൊക്കെ ഉപയോഗിച്ചാണ് അവൻ ആ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അതൊക്കെ അവൻ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അവൻ അവൻ്റെ റാഫ്റ്റിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നിറയെ മീനിനെ കാണും. അതായത് കടലിലേക്ക് നോക്കുമ്പോൾ കുറേ മീനുകൾ കാണും. അപ്പോൾ അവൻ ചൂണ്ടയിടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ ചൂണ്ടയൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. അങ്ങനെ അവൻ അത് അവിടെ ഇട്ടതിന് ശേഷം നേരത്തെ അവൻ പ്യൂരിഫൈ ചെയ്യാൻ വെച്ച വെള്ളമില്ലേ, അത് കുടിക്കുന്നുമുണ്ട്. അതിൻ്റെ ഉപ്പ് രസം പൂർണ്ണമായി മാറിയിട്ടില്ലായിരുന്നു. എന്നാലും അവൻ എങ്ങനെയൊക്കെ സഹിച്ച് ആ വെള്ളം കുടിക്കുന്നു. എന്നിട്ട് അവൻ വീണ്ടും മാപ്പ് എടുത്തിട്ട് അവന് പോകേണ്ട വഴിയൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ മുമ്പിൽ ഒരു വലിയ കാർഗോ ഷിപ്പ് വരുന്നത്. അങ്ങനെ ആ കാർഗോ ഷിപ്പിനെ കണ്ടതും അവൻ കൈയൊക്കെ കാട്ടി വിളിക്കുന്നുണ്ട്. അവന് വളരെ സന്തോഷമായി. അവനിപ്പോൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നു. എന്നാൽ ആ കാർഗോ ഷിപ്പ് അവനെ മൈൻഡാക്കുന്ന പോലുമില്ല. കാരണം ഇത്രയും ചെറിയ റാഫ്റ്റിൽ നിന്നും ഇത്രയും വലിയ കാർഗോ ഷിപ്പ് എങ്ങനെ കാണാനാ? അവൻ്റെ ആ പ്രതീക്ഷയും അവിടെ പോയി. അങ്ങനെ അവനിനി രക്ഷപ്പെടില്ല എന്ന് പോലും അവൻ്റെ മനസ്സിൽ തോന്നി. ഇപ്പോൾ അവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവൻ്റെ പ്രതീക്ഷയായിരുന്നു ആ കാർഗോ ഷിപ്പ്, അതും പോയതോടെ അവൻ ആകെ തകർന്ന് ആ റാഫ്റ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനിട്ട ചൂണ്ടലിൽ മീൻ കുടുങ്ങിയത് കാണും. അപ്പോൾ അവൻ അത് എടുക്കാൻ വേണ്ടി നോക്കുന്നു. അതെടുക്കാൻ വേണ്ടി അത് വലിക്കുകയാണ്. എന്നാൽ അപ്പോൾ ഒരു വലിയ ഷാർക്ക് വന്നിട്ട് ആ മീനിനെയും കൊണ്ട് അത് പോകും. അങ്ങനെ അവൻ്റെ ആ പ്രതീക്ഷയും പോയിരിക്കുകയാണിപ്പോൾ. അവനിപ്പോൾ കഴിക്കാൻ ഫുഡൊന്നുമില്ല. അവൻ്റെ ശരീരമാകെ ക്ഷീണിച്ചു വരുന്നു. ഇപ്പോൾ രാത്രി ആയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ഷിപ്പ് പോകുന്നു. അങ്ങനെ അവൻ ഫ്ലെയർ ഗണ്ണ് വെച്ചിട്ട് അവൻ്റെ കയ്യിലുള്ള മുഴുവൻ ഫ്ലെയർ ഗണ്ണും വെച്ച് അതിനെ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതും മൈൻഡാക്കുന്നില്ല, അതും പോകുന്നു. അങ്ങനെ അവനിപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് ഈ ഓഷനിൽ നിന്നും അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന്, ജീവനോടെ രക്ഷപ്പെടുമെന്ന തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെ അവൻ വീണ്ടും മാപ്പിലൊക്കെ മാർക്ക് ചെയ്യുന്നു. പിന്നീട് അവൻ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. അതായത് എന്നോട് എല്ലാവരും ക്ഷമിക്കണം, എന്നെ ആരും വെറുക്കരുതെന്നൊക്കെ അവൻ അവൻ്റെ ഡയറിയിൽ എഴുതി വെക്കുന്നു. അതിനുശേഷം അതിലുള്ള പേജ് ഒരു ബോട്ടിലിട്ടിട്ട് വെള്ളത്തിലേക്ക് കളയുകയാണ്. അങ്ങനെ ഇപ്പോൾ സമയം രാത്രി ആയിരിക്കുകയാണ്. അവൻ അവൻ്റെ റാഫ്റ്റിലിരിക്കുമ്പോൾ അവനൊരു കാഴ്ച കാണുന്നു. അതായത് ഒരു ഷിപ്പും കൂടി അവൻ കാണുന്നു. അപ്പോൾ അവൻ ആ ഡയറിയിലുള്ള പേജ് വെച്ചിട്ട് ഒരു തീ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ റാഫ്റ്റിൽ അവനൊരു തീ ഉണ്ടാക്കുന്നു. അത് വെച്ചിട്ട് അവർ കാണുമെന്ന് അവൻ കരുതുന്നു. അങ്ങനെ അവൻ്റെ ഡയറിയിലുള്ള പേജൊക്കെ എടുത്ത് തീ ഉണ്ടാക്കുകയാണ്. അവർ കാണാത്തത് കൊണ്ട് തന്നെ അവൻ വീണ്ടും കുറേ പേജൊക്കെ എടുത്ത്
തീ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആ തീ പടർന്ന് അവൻ്റെ റാഫ്റ്റിന് തീ പിടിച്ചിരിക്കുകയാണ്. ഇനി അവനെ കൊണ്ട് ആ റാഫ്റ്റിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ വെള്ളത്തിലേക്ക് ചാടുന്നു. അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതും അവൻ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അവൻ വെള്ളത്തിനടിയിലോട്ടേക്ക് പോവുകയാണ്. അവൻ്റെ മുമ്പിൽ അവൻ്റെ റാഫ്റ്റ് കത്തി നശിക്കുന്നതാണ് അവൻ കാണുന്നത്. എന്നാൽ അതിനപ്പുറം അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഷിപ്പും വന്നിരുന്നു. അപ്പോൾ ഹീറോ വേഗം തന്നെ മുകളിലോട്ടേക്ക് പോവുകയാണ്. കഷ്ടപ്പെട്ട് അവൻ മുകളിലോട്ടേക്ക് പോകുന്നു. അങ്ങനെ ആ ഷിപ്പിൽ നിന്നും അവനാരോ കൈ കൊടുക്കുന്നതും കാണുന്നു. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.